ഹായ് ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇന്നത്തെ ടോപ്പിക് വന്നിട്ട് ആക്ച്വലി കുറേ റെലവൻ്റ് ആയിട്ടുള്ള കാര്യത്തെക്കുറിച്ചിട്ടാണ്. ഡസ് സോഷ്യൽ മീഡിയ സൈലൻ്റ്ലി കൺട്രോൾസ് അസ് ഓർ ഡസ് സോഷ്യൽ മീഡിയ നീഡ്സ് അസ് ഫോർ മോർ ടൈം? ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോണേ. അപ്പം ഇത് നോർമലി എല്ലാവർക്കും അറിയാവുന്നൊരു കേസാണ്. സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ നമ്മളെ യൂസ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നു. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് ഡിബൈറ്റ് ആയിട്ടും അതുപോലെ ഈ എസ്സേ പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ എപ്പോഴെങ്കിലും ഇരുന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എങ്ങനെയാണ് നമ്മളെ യൂസ് ചെയ്യുന്നത്, അല്ലെ എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്? ഒന്ന് നമുക്ക് ഫോൺ അഡിക്ഷൻ പറയാം. ഫോൺ അഡിക്ഷൻ എന്ന് പറയുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി നമ്മൾ ആ ഒരു ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വാട്സപ്പ് ആണെങ്കിലും FB ആണെങ്കിലും എന്താണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ആ ഒരു കാര്യത്തെ തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി സഫിഷ്യൻ്റ്ലി ഡിസൈൻഡ് ടു ബി ദെയർ. നമ്മളെ ആ ഒരു രീതിയിലായിരിക്കും നമ്മളെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അതായത് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന രീതിയിലായിരിക്കും നമ്മളെ അതിൻ്റെ എന്താ പറയുക, പൊഴുപ്പും തൊങ്ങലും ഒക്കെ വെച്ചിട്ടായിരിക്കും നമ്മളെ അതിൽ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ നമ്മളെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇന്നപ്പോൾ ആ ഒരു 5 കാര്യത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്ന അറ്റൻഷൻ ഹൈജാക്കിങ്. അറ്റൻഷൻ ഹൈജാക്കിങ് ഇൻ ദ സെൻസ്, അതായത് നമ്മളെ ഒരു വീഡിയോ കാണിക്കുമ്പോൾ നമ്മളെ അവിടെ പിടിച്ചിരുത്താനാണ് ആ ഒരു വീഡിയോ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ ഒരു അവരുടെ മെയിൻ ബിസിനസ് മോട്ടീവ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു അറ്റൻഷൻ സീക്കിംഗ് ആണ്. ആളുകളെ എങ്ങനെ ആ വീഡിയോയിലേക്ക് എത്തിക്കാം, എങ്ങനെ ആ വീഡിയോ ഫുള്ളി കണ്ടു തീർക്കാം, അല്ലെ ഒരു ടോപ്പിക്ക് കണ്ടു തീർത്ത് അത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ അടുത്ത അതേ ടോപ്പിക്കിനെ കുറിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ അറ്റൻഷൻ ഹൈജാക്കിംഗ് എന്ന് പറയുന്ന കാര്യത്തിൽ വരുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, എൻഡ്ലെസ് സ്ക്രോളിംഗ് ഉണ്ടാവും. ഓരോന്ന് കഴിയുമ്പോൾ ഓരോന്നെന്നുള്ള രീതിയിൽ ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുപിടിക്കും. അപ്പം നമ്മുടെ ബ്രെയിൻ പറയും ഓക്കെ നമുക്കിപ്പോൾ നിർത്തണം എന്നുണ്ട്, പക്ഷെ നമ്മുടെ ബ്രെയിൻ പറയും വൺ മോർ. ഈ ഒരു കാര്യം നമുക്ക് ഇങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ആ സ്ക്രോളിംഗ് പരിപാടി അങ്ങ് ചെയ്യും. പിന്നെ നമുക്ക് ഒരു കാര്യത്തിൽ പൂർണ്ണ ഫോക്കസ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചില സീരീസുകൾ അതിൻ്റെ ഒരു പാർട്ടിൽ വെച്ചിട്ട് അങ്ങ് നിർത്തും. അപ്പം നമ്മൾ ക്യൂരിയസ് ആണ്, ഓക്കെ അടുത്ത എന്താണ് എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ഈവൻ യൂട്യൂബിലാണെങ്കിൽ പോലും ഒരു സീരീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് വെച്ചിട്ട് അവർ നിർത്തും. ദെൻ അവരെന്ത് ചെയ്യും, ഇതിനെക്കുറിച്ച് കണ്ടന്റ് വെച്ചിട്ട് ഷോർട്സ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ ഷോർട്സ് ഇരുന്ന് കാണും. ഈവൻ നമ്മളെ കൂടുതൽ പിടിച്ചിരുത്താനുള്ള എന്തോ ഒന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ഏത് ഇതിൽ നിന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. പക്ഷേ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇത്തരത്തിലാണ് ഡിസൈൻ ചെയ്തേക്കുന്നത്. അറ്റൻഷൻ സീക്കിങ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അറ്റൻഷൻ ഹൈജാക്കിങ് എന്നുള്ളത്. അതായത് നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ അറ്റൻഷനെ എടുക്കുകയാണ് അവർ. സോ ഈ ഒരു കാര്യം അവരുടെ ബിസിനസ് മോട്ടീവായിട്ട് നിന്നിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ദെൻ കമ്പാരിസൺ ട്രാപ്പ് രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഈ പറഞ്ഞ റീൽസിലൂടെ ആണെങ്കിലും വീഡിയോസിലൂടെ കാണുന്ന കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടന്ന ഹാപ്പി മൂമെന്റ്സ്, എന്തായാലും മെമ്മറീസ്, ലവ്, ഗിഫ്റ്റ്, ട്രാവൽ, ഇങ്ങനത്തെ കുറേ ഹാപ്പി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അത് വെച്ച് നമ്മുടെ ലൈഫിനെ കമ്പയർ ചെയ്യും. അവരെന്ത് ലൈഫാണ്, അവർക്കൊക്കെ എന്തോരം കാശ് ഉണ്ടാക്കണേ, ഞാൻ കണ്ടില്ലേ എനിക്കിങ്ങനെ, ഈ ഒരു രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് വരും. അപ്പോൾ അവരവിടെ ട്രാവൽ ചെയ്യുന്നുണ്ട്, അവരുടെ ബെസ്റ്റ് മൊമെന്റ്സ് മാത്രമാണ് അവരതിൽ പ്രദർശിപ്പിക്കുന്നത്. അവർക്കത് കഴിഞ്ഞ ലൈഫുണ്ട്, റിയൽ വേഴ്സസ് റിയാലിറ്റി, അങ്ങനെ പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മൾ പക്ഷെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടെ ആ മൊമെന്റ്സ് അല്ല അവരുടെ കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അത് വെച്ച് എക്സ്പെക്ട് ചെയ്യും. ഈവൻ നമുക്ക് നാളെ ഒരു ലൈഫ് പാർട്ട്ണർ വരുമ്പോഴും നമ്മൾ ചോദിക്കും, ഓക്കെ ഇയാൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു തരണം, ഇതുപോലത്തെ ബർത്ത്ഡേ സർപ്രൈസ് തരണം, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലുള്ള തോട്ട് പ്രോസസ്സ് നമ്മൾ ചിന്തിച്ച് വെക്കും. അല്ലെ അവരുടെയൊക്കെ ലൈഫ് എന്ത് ലൈഫാണ്, ഇതാ ഇപ്പം വീട്, കാറ്, എന്തൊക്കെയാണ് മേടിച്ചു കൂട്ടിയിട്ടുള്ള ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അവരും സ്ട്രഗിൾ ചെയ്യുന്നവരിൽ ഉണ്ടാവാം, പക്ഷേ അവരത് പ്രദർശിപ്പിക്കുന്നില്ല. ആളുകൾക്ക് വേണ്ടതും ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്വയം നമ്മളെ കമ്പയർ ചെയ്യും. ഈ കമ്പാരിസൺ നമ്മളിൽ വരുമ്പോഴത്തേനും നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെയാണ് ഇടിച്ച് താത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാര്യത്തെയും നമ്മളെപ്പോഴും ഓർത്ത് വെക്കണം.
അപ്പം നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് നശിപ്പിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണ് ഇത് കാണണ്ടെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമ്മളത് ഈ പറഞ്ഞ റിയാലിറ്റി എന്താന്നുള്ളത് മനസ്സിലാക്കണം, എന്നിട്ടിരുന്ന് കാണുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ദെൻ ഡോപ്പമൈൻ അഡിക്ഷൻ, അതായത് നമ്മൾ ഫോണൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും വേറൊരു കാര്യത്തിൽ ഇൻവോൾവ് ആവണം, ഫോൺ അഡിക്ഷൻ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്, ഓടിപ്പോകുന്നു, ഒന്ന് നോക്കുന്നു, തിരിച്ചു വരും, കുറച്ച് കഴിക്കുന്നു, പിന്നെ നോട്ടിഫിക്കേഷൻ കേൾക്കുന്നു വരുന്നു, അല്ലെങ്കിൽ മനസ്സിൽ ഏതെങ്കിലും മുന്നേ കണ്ട റീലിൻ്റെ ബാക്കി എന്തായിരിക്കും എന്ന് അറിയാനൊരു ഇത്, അപ്പോഴായിരിക്കും വേറെ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം, പിന്നെയും പോകുന്നു എടുക്കുന്നു. അപ്പം ഈ ഒരു അഡിക്ഷൻ, ഡോപ്പമൈൻ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് നമ്മളോട് പറയാം പോയി നോക്ക് നീ അവിടെ ആ റീൽ ഇത്രയായി നിൽക്കുക, പോയി നോക്ക്, ഈ ഒരു രീതിയിൽ പറഞ്ഞു തരുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നു. ആ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോഴത്തേനും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവുന്നു, ദെൻ പോയി നോക്കുന്നു. ഓക്കെ, അത് നമ്മളുടെ ഒരു എന്താ പറയുക, ഈ നോട്ടിഫിക്കേഷൻ കാണുമ്പോഴേ പോയി നോക്കണം എന്നുള്ളത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറും, അത് സ്ലോലി ഒരു അഡിക്ഷൻ ആയിട്ട് മാറും. അല്ലെ കുറച്ച് നേരത്തേന് ഫോൺ ഉപയോഗിക്കാണ്ട്, അല്ലെ 1 ഡേയിലേക്ക് ഫോൺ ഉപയോഗിക്കാണ്ടൊന്ന് മാറ്റി വെച്ച് നോക്കി, നിങ്ങൾക്ക് എന്ത് ചേഞ്ച് ഉണ്ടാവാൻ നോക്കി. അങ്ങനെ മാറ്റി വെക്കുമ്പം നമ്മുടെ മൈൻഡിൽ കുറേ വട്ടം പറയും ഓക്കെ പോയി നോക്കുക, അതിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവും, വാട്സപ്പിൽ ആ മെസ്സേജ് ഉണ്ടാവും, ഇൻസ്റ്റയിൽ ഈ മെസ്സേജ് ഉണ്ടാവും, ഈ രീതിയിൽ ഒരുപാട് തോട്ട് പ്രോസസ്സ് നമുക്ക് വരും. നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്, ഒരു ദിവസം ഫോൺ ഒന്ന് മാറ്റി വെച്ചിട്ട് ജസ്റ്റ് വേറെ കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്ത് നോക്കുക. ഫോൺ നോക്കണം എന്ന് തോന്നുന്ന സമയത്ത് ജസ്റ്റ് ബുക്കിൽ വന്നിട്ട് ഒരു 1, 2 എത്ര തവണയാണ് തോന്നുന്നതെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സോ ആ നോട്ട് ചെയ്യുന്നതാണ് നിങ്ങളുടെ അഡിക്ഷൻ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പം ഈ ഒരു കാര്യം ഒന്ന് ട്രൈ നോക്കുക. ദെൻ 4th പോയിന്റ് എന്ന് പറയുന്നത് മൂഡ് കൺട്രോൾ ഇൻ ദ സെൻസ് നമുക്ക് എല്ലാവർക്കും മൂഡ് സ്വിങ്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. അപ്പം എന്താണോ എൻ്റെ ഇമോഷൻ, ആ ഇമോഷനെ കൺട്രോൾ ചെയ്യുകയാണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അത് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം, ഓക്കെ, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് ഞാൻ ഇരിക്കുക, ആ സമയത്ത് ഞാൻ റീൽ എടുക്കുന്ന സമയത്ത് ഫുൾ ഓൺ സങ്കടത്തിൻ്റെ റീൽസ്, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഒരു ഷോപ്പിങ്ങിന്, ഒരു ഓൺലൈൻ ഷോപ്പിങ്ങിന് ഞാൻ കുറച്ച് പ്രൊഡക്ട്സ് കണ്ടുവച്ചിട്ടുണ്ട്, പിന്നെ ഞാൻ അതെടുത്ത് വരുമ്പോഴത്തേനും ഫുൾ ഓൺലൈൻ ഷോപ്പിങ്ങിൻ്റെ കാര്യങ്ങൾ. കാറിനെ കുറിച്ച് എനിക്ക് അറിയണം, ഒരു കാറിനെ കുറിച്ച് ഞാൻ കുറച്ച് നോക്കിയായിരുന്നു, നെക്സ്റ്റ് ടൈം റീൽസ് എടുത്ത് നോക്കുക ഫുൾ കാർ റിലേറ്റഡ് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ദൈവമേ സോഷ്യൽ മീഡിയ എന്നെ ഫുള്ളി നോക്കിക്കൊണ്ടിരിക്കുകയാണോ, എനിക്ക് എന്താ വേണ്ടതെന്നുള്ളത് അറിയാം. ഈവൻ ഉച്ച സമയത്തൊക്കെ ശ്രദ്ധിച്ചാൽ മതി, എനിക്ക് ഭയങ്കരമായിട്ട് വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സൊമാറ്റോയിൽ നിന്ന് വിശന്നിരിക്കുകയാണോ, അതേപോലെ അങ്ങനത്തെ ഓരോ മെസ്സേജസ് ഒക്കെ വരാറുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എന്താ അല്ലേ, ഫുള്ളി നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്, നമുക്ക് എന്താണ് വേണ്ടത്. അതുപോലെ ഇപ്പം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാൾ പിന്നെയും പോയിട്ട് ആ റീൽ കാണുമ്പോഴത്തേനും എന്താ അവസ്ഥ, പിന്നെയും ഡൗൺ ആവും. അപ്പം ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇമോഷൻസിനെ അത് നല്ല രീതിക്ക് തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ 5th പോയിന്റ് എന്ന് പറയുന്നത് ടൈം സ്റ്റെയിലിംഗ്. നമുക്കത് തന്നെ അറിയാം, നമ്മൾ ചിലപ്പം 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് എന്നും പറഞ്ഞായിരിക്കും ഫോൺ നോക്കാനിരിക്കുന്നത്, അത് പോയി 1 മണിക്കൂറായി, 2 മണിക്കൂറായി. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ സോഫയിലൊക്കെ വീടിൻ്റെ ഫ്രണ്ടിൽ സോഫയിലും കിടന്ന് ടിവിയും വെച്ച് ഈ ഫോണും തോണ്ടി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാനും അങ്ങനെ ആയിരുന്നു, എനിക്കത് പറയാം, എന്തായാലും നമ്മൾ കാണും പറയുന്നത്. അപ്പോൾ അത് സമയം പോണത് അറിയത്തില്ല, കാര്യം റീൽസ് ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ നമ്മുടെ എത്രമാത്രം സമയമാണ് ഇതെടുത്തിട്ട് പോണത്. ഞാൻ പറയാം, മുന്നേയൊക്കെ ഒരു സൺഡേ കിട്ടി ഞാൻ വീട്ടിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ ചിലപ്പോൾ എഴുന്നേറ്റ് ഇതിലേക്ക് കിടന്ന് ഒരു 10-10:30 കൂട്ടിയോ, ആ ഒരു സമയമാകുമ്പോൾ വന്ന് ഫോണിൽ ഇരുന്നേച്ച് ചിലപ്പോൾ ഞാൻ ഉച്ച വരെയൊക്കെ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ദൈവം ഈ സമയമൊക്കെ എങ്ങോട്ട് പോണു. കാര്യം ഒരു വീഡിയോ കഴിഞ്ഞ് അടുത്ത വീഡിയോ, അത് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ വീഡിയോസ്, ഇത് കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഈ ഒരു ടൈം സ്റ്റീലിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു കാര്യത്തെ നമ്മുടെ സമയത്തെ കൂടുതൽ കവർന്നെടുക്കുകയാണ് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയാൽ വളരെ ബെറ്റർ ആയിരിക്കും. ഒരിക്കലും സോഷ്യൽ മീഡിയ ഇറ്റ്സെൽഫ് ഇസ് നോട്ട് ബാഡ്, പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് നമ്മളെയാണോ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഇതിൻ്റെ മേലെ ഒരു കൺട്രോൾ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അത് നമ്മളെ കൺട്രോൾ ചെയ്യും. ഏതൊക്കെ രീതിയിൽ വേണം, എങ്ങനെയൊക്കെ വേണം, നമ്മളെ ഡിസൈൻ ചെയ്ത് നമ്മളെ ആ രീതിയിലേക്ക് എത്തിക്കും. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെക്കണം. ദെൻ ഇഫ് സംതിങ് ഈസ് ഫ്രീ, സോ സംടൈംസ് യു ആർ ദ പ്രൊഡക്റ്റ്. ഈ ഒരു കാര്യം കൂടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അപ്പം അടുത്ത തവണ ഫോൺ ഞാനാണോ ഇത് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതാണോ എന്നെ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക.
നിങ്ങൾക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, റിലേറ്റബിൾ ആണെങ്കിൽ, ഇതുപോലെയൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിലും മാക്സിമം ഈ ഒരു കാര്യത്തെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒറ്റയടിക്കൊരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞ രീതിക്ക് നടക്കത്തില്ല. സോ പതിയെ പതിയെ കുറച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പം ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.